നമുക്കെല്ലാവർക്കും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദിവസേനയുള്ള എല്ലാ കാര്യങ്ങളും പങ്കിടാനുള്ള ഒരു മികച്ച ഇടമാണ് സോഷ്യൽ മീഡിയ. എന്നാൽ ഇന്റർനെറ്റിന്റെ തന്നെ സത്യസന്ധതയെയും ആധികാരികതയെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സമീപകാലത്തായി എല്ലാവരെയും അലോസരപ്പെടുത്തുകയും അതിലേറെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയുള്ള എൻ്റെ ചില ഡീപ് ഫേക്ക് ഫോട്ടോകൾ ഞാൻ കണ്ടു, അല്ല കാണാനിടയായി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറയുടെ വാക്കുകളാണിത്. അർബുദം പോലെ ഡീപ് ഫേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഏറെ ആഴത്തിൽ പടർന്നു കയറിയിരിക്കുന്നു. അപകടം എവിടെയും പതിയിരിക്കുന്നു എന്ന ഭീതിയാണ് ഇവിടെ ജനിക്കുന്നത്. എക്സിൽ അക്കൗണ്ട് പോലും ഇല്ലാത്തയാളാണ് സാറ. ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലിന്റെ തോളിൽ കൈയിട്ടിരിക്കുന്ന സാറയെയാണ് ഡീപ് ഫേക്കിലൂടെ നിർമ്മിച്ചത്. സഹോദരൻ അർജുനൊപ്പം ഇരിക്കുന്ന സാറയുടെ ഫോട്ടോയാണ് ഇത്തരത്തിലാക്കി പ്രചരിപ്പിച്ചത്. ഇതെല്ലാം കണ്ട് സത്യമാണെന്ന് വിശ്വസിച്ചവർ പേരെയും. ഈ ഫോട്ടോകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എക്സ് ഉടമ എലോൺ മസ്കിനോട് സാറ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകകപ്പ് വേളയിൽ സാറയുടെ പേരിൽ നിരവധി വ്യാജ എക്സ് അക്കൗണ്ടുകളാണ് പ്രചരിച്ചത്. രശ്മിക മന്ദാന, കജോൾ, കത്രീന കൈഫ്, ഇപ്പോഴിതാ സാറ ടെണ്ടുൽക്കർ. വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് അങ്ങേയറ്റം കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡീപ് ഫേക്ക് എന്ന ആവലാതി ഒടുവിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തിച്ചേർന്നു. താൻ പങ്കെടുക്കാത്ത ഗർഭ ഉത്സവത്തിൽ നിന്നുള്ള തൻ്റെ വീഡിയോ കണ്ട് നരേന്ദ്രമോദി വരെ ഞെട്ടി. വ്യാജമായി വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം വന്നു. പക്ഷേ അത് മോദിയുടെ ഡീപ് ഫേക്ക് അല്ല, ഉത്സവത്തിനിടെ താൻ നൃത്തം ചെയ്ത ദൃശ്യമാണെന്ന് അവകാശപ്പെട്ട് മോദിയുടെ അപരൻ രംഗത്തെത്തി. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാധ്യമപ്രവർത്തകരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡീപ് ഫേക്കുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും കാര്യക്ഷമമായ പ്രവർത്തനം ആവശ്യമാണെന്ന് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമ്മതിച്ചുവെന്നാണ് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. സാമൂഹിക മാധ്യമ കമ്പനികളുടെ പ്രതിനിധികളുടെയും സാങ്കേതിക രംഗത്തെ വിദഗ്ധരുടെയും യോഗം അശ്വിനി വൈഷ്ണവ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണവും സർക്കാരിന്റെ തീരുമാനവും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ നിയമനിർമ്മാണത്തിലൂടെ മാത്രം ഡീപ് ഫേക്കുകളെ തടയാനാകുമോ എന്നത് ഗൗരവമേറിയ ചോദ്യമാണ്. ഫോട്ടോഷോപ്പിങ്ങിനുള്ള 21ാം നൂറ്റാണ്ടിന്റെ ഉത്തരമെന്നാണ് ഡീപ് ഫേക്കിനെ വിശേഷിപ്പിക്കുന്നത്. വീഡിയോയിലോ ചിത്രത്തിലോ ഉള്ള ഉള്ളടക്കത്തെ പൂർണ്ണമായും മറ്റൊന്നായി മാറ്റുന്നു. ഒരാൾ ചെയ്യാത്തതോ പറയാത്തതോ ആയ കാര്യങ്ങൾ വിശ്വസനീയമാം വിധം അവതരിപ്പിക്കുന്നു. ഇതാണ് ഡീപ് ഫേക്കിന്റെ ടെക്നോളജി. ഡീപ് ഫേക്കുകൾ തിരിച്ചറിയാനാകാത്ത വിധം സൂക്ഷ്മമായും നിമിഷങ്ങൾക്കകവും സൃഷ്ടിക്കപ്പെടുന്നു. നിലവിലുള്ള സൈബർ നിയമങ്ങൾ ഡീപ് ഫേക്കുകളെ കൈകാര്യം ചെയ്യുന്നതിന് പര്യാപ്തമല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്താണ് ഡീപ് ഫേക്ക് എന്ന് നിയമപരമായി ഇതുവരെ നിർവചിച്ചിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങണമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. മുഖഭാവം, ചുണ്ടനക്കത്തിലെ അസ്വാഭാവികത, കൈകാലുകളുടെ ചലനം, ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഡീപ് ഫേക്കുകളെ തിരിച്ചറിയാനാകും. നിയമനിർമ്മാണം അനിവാര്യം തന്നെയാണ്. എന്നാൽ അതിലുപരി ഇവിടെ ആവശ്യം ജാഗ്രതയാണ്. സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന എന്തിനേയും വിശ്വസിക്കാതിരിക്കാനുള്ള ജാഗ്രത. പ്രിയപ്പെട്ട രശ്മിക, സാറ, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവരോട് ഉറക്കെ പറയാം. നിർമ്മിത ബുദ്ധിയുടെ ഇത്തരം കബളിപ്പിക്കലിനെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് നേരിടാം.